മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. അതിലേക്കൊക്കെ വിശദമായി തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരെയും രാവിലെയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ ചർച്ചകൾ വീണ്ടും വഴിമുട്ടുന്നു. ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. ചർച്ചയ്ക്കായി US പ്രതിനിധികൾ ഖത്തറിലേക്ക് തിരിച്ചെന്ന ട്രംപ്. ഹോർമുസിൽ മൈനുകൾ നീക്കം ചെയ്യാൻ ഫ്രാൻസിന്റെ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ. പ്രകോപിപ്പിക്കരുതെന്ന് ഇറാൻ. ശബരിമല സ്വർണ്ണക്കടത്തിൽ പുതിയ കേസെടുക്കുന്നതിൽ SIT തീരുമാനം ഇന്നുണ്ടായേക്കും. PS പ്രശാന്തിന്റെ ഭരണകാലത്തെ സ്വർണ്ണക്കടത്ത് പ്രത്യേകം അന്വേഷിക്കാൻ നീക്കം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രതിയായ സാഹചര്യം ചർച്ച ചെയ്യാൻ CPM നേതൃത്വം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത്. സെൻസസ് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള സമയപരിധി കഴിയുന്നു. ഇനിയും വിവരങ്ങൾ കൈമാറാതെ ബഹുഭൂരിപക്ഷം പേർ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ BJP കൌൺസിലർമാർക്കെതിരെ കേസ്. UDF വനിതാ കൌൺസിലർമാരെ തടഞ്ഞുവെച്ചെന്നും മർദ്ദിച്ചെന്നും FIR. സ്വകാര്യ ബസ് ഉടമകളുടെ സമരം തടയാൻ സർക്കാരിന്റെ അനുനയ നീക്കം. ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി ഇന്ന് ചർച്ച നടത്തും. പ്രിയദർശിനി സർവീസ് തുടങ്ങിയതോടെ കടുത്ത പ്രതിസന്ധിയെന്ന് ബസ് ഉടമകൾ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രമേയം പാസാക്കാൻ നിയമസഭ. പിന്തുണയ്ക്കാൻ പ്രതിപക്ഷം. ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് സഭയിൽ. ന്യൂസ് 18 കേരളം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ AD 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പങ്കെടുക്കാൻ വിവിധ മേഖലകളിലെ പ്രമുഖർ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ കാണാതെ പുറത്ത്. ഷൂട്ടൌട്ടിൽ ജർമ്മനിയെ മറികടന്ന പാരഗ്വേ പ്രീ ക്വാർട്ടറിൽ. ഇഞ്ചുറി ടൈമിലെ ഗോളിൽ ജപ്പാനെ തോൽപ്പിച്ച് ബ്രസീലിന്റെ മുന്നേറ്റം. ജയം 1-നെതിരെ 2 ഗോളുകൾക്ക്. വാർത്തകൾ വിശദമായി നോക്കാം. ദോഹയിൽ വെച്ച് US ഇറാൻ സമാധാന ചർച്ച നടക്കുമെന്ന ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. അമേരിക്കയുമായി വരും ദിവസങ്ങളിൽ യാതൊരുവിധ ചർച്ചകളും നിശ്ചയിച്ചിട്ടില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയി. അതേസമയം US പ്രതിനിധികൾ ഇതിനോടകം ഖത്തറിലേക്ക് യാത്ര തിരിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യാൻ ഫ്രാൻസിന്റെ യുദ്ധക്കപ്പൽ ചെങ്കടലിലെത്തി. പ്രകോപിപ്പിക്കരുതെന്ന് ഇറാന്റെ മുന്നറിയിപ്പുണ്ട്. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, യാതൊരു തരത്തിലുള്ള അനുനയ നീക്കങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ഇനി മുന്നോട്ട് പോകില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. മാത്രമല്ല, ട്രംപ് പൊതുവെ വെറും വാക്ക് പറയുന്നത് പോലെ ആയിരുന്നു ഈ ചർച്ചയെ പറ്റിയുള്ള ട്രംപിന്റെ വിശദീകരണം? അതോ ഇറാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം നിരസിച്ചതാണോ? എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുശ്രീ, ഈ ആഴ്ച എന്തായാലും ഇറാന്റെ പ്രതിനിധികൾ ദോഹയിൽ എത്തുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഈ ദോഹയിൽ പക്ഷേ ഇറാന്റെ പ്രതിനിധികൾ എത്തുന്നത് ഈ ആദ്യം ഒപ്പിട്ട ഈ ധാരണാപത്രത്തിലുള്ള ആർട്ടിക്കിൾ 11ന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ് നിലവിൽ ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി പറയുന്നത്. അതായത് ഈ ഒപ്പിട്ട ധാരണാപത്രത്തിലെ ആർട്ടിക്കിൾ 11 എന്ന് പറയുന്നത് ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുവകകൾ വിട്ടു നൽകുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇറാൻ തങ്ങളുടെ പ്രതിനിധികളെ ദോഹയിലേക്ക് അയക്കുന്നതെന്നാണ് ഇസ്മായിൽ ബഗേയി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അമേരിക്കൻ പ്രതിനിധികൾ ദോഹയിൽ എത്തിക്കഴിഞ്ഞാലും അതിന് ഇറാനുമായിട്ട് ചർച്ച നടത്തുന്ന ആ ഒരു കാര്യവുമായി ബന്ധമില്ല. അമേരിക്കയുമായി ഈ വരുന്ന ആഴ്ചയിൽ യാതൊരുവിധ ചർച്ചകളും നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇസ്മായിൽ ബഗേയി പറയുന്നത്. പക്ഷേ US പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ജാരഡ് കുഷ്ണറും ഇതിനോടകം തന്നെ ഖത്തറിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അവർ ഇന്ന് പകലോടെ ദോഹയിലെത്തും എന്നാണ് വിവരമുള്ളത്. ഇന്നലെ വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ സ്ഥിരീകരണവും ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം രാത്രി ട്രംപ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും US പ്രതിനിധികൾ ദോഹയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ എടുത്തു പറയുകയുണ്ടായിരുന്നു.
ട്രംപ് അതിനു മുൻപേ ട്രൂത്ത് സോഷ്യൽ കുറിച്ചത് ഇറാൻ ഒരു ചർച്ചയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. അപ്പോൾ ഇറാന്റെ അപേക്ഷ മാനിച്ചുകൊണ്ടാണ് ദോഹയിൽ വെച്ച് ഒരു ചർച്ച നിശ്ചയിച്ചിട്ടുള്ളതെന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചിരുന്നത്. പക്ഷേ ട്രംപിന്റെ ഈ പ്രസ്താവന വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ US-ന്റെയും ഇറാന്റെയും ഒരു ചർച്ച ദോഹയിൽ വെച്ച് നടക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ നടക്കുമെന്നുള്ള വിവരങ്ങളാണ് വന്നിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അമേരിക്ക ഇറാൻ സംഘർഷം ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഗതാഗതത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദോഹയിൽ വെച്ചിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നതെന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ വന്നത്. അതിനുശേഷമാണ് ട്രംപിന്റെ പോസ്റ്റും അതിനുശേഷം ഇറാന്റെ നിഷേധവും എല്ലാം കടന്നു വന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗൈ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒപ്പിട്ട ധാരണാപത്രത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളെല്ലാം നടപ്പിലായാൽ മാത്രമേ ഒരു സമാധാന ചർച്ചയിലേക്ക് കടക്കാനാകൂ എന്നതാണ്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് ഈ ഒപ്പിട്ട ധാരണാപത്രത്തിലെ ആർട്ടിക്കിൾ 10 ആണ്. അതായത് ഇറാന്റെ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു വിഷയം അമേരിക്ക അനുമതി നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ പുരോഗതി എത്രമാത്രമാണ്, അതുപോലെ ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുവകകൾ വിട്ടു നൽകുന്ന വിഷയം, ഹോർമുസ് കടലിടുക്കിലുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ഇവയുടെ എല്ലാ കാര്യത്തിലും ഇറാൻ ഒരു പൂർണ്ണ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമാധാന ചർച്ചയിലേക്ക് കടക്കൂ എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്. ഇതിനിടെ ഉണ്ടാകുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നാണ്. ഈ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഫ്രാൻസും അതുപോലെ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് അയക്കുമെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നത് US-ഉം ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തൽ സംജാതമായാൽ മാത്രമേ അവർ കപ്പലുകളെ മേഖലയിലേക്ക് അയക്കൂ എന്നാണ്. ഇപ്പോൾ എന്തായാലും ഒരു വെടിനിർത്തൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസ് ഇപ്പോൾ തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ ചെങ്കടലിലേക്ക് അയച്ചിട്ടുണ്ട്. ഫ്രാൻസ് പറയുന്നത് ഹോർമുസ് കടലിടുക്കിലുള്ള മൈനുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രാൻസിൻ്റെ കപ്പൽ അയച്ചതെന്നാണ്. പക്ഷേ ഇറാൻ ഇതിനെ ഒരു പ്രകോപനമായി കണക്കാക്കിയിട്ടുണ്ട്. ഇറാൻ പറയുന്നത് പാരീസ് അനാവശ്യമായിട്ടുള്ള പ്രകോപനങ്ങൾക്ക് നിൽക്കരുത്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു സെൻസിറ്റീവും സങ്കീർണവുമായ സാഹചര്യത്തിൽ അതിനെ ഒട്ടും തന്നെ മുതിരരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അജയ്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ US-ഉം ഇറാനുമായ ഒരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിൽ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും, അതായത് ഇപ്പോൾ നിലവിൽ വന്നിരുന്ന വെടിനിർത്തൽ കരാറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ഇനി നിലവിൽ വരാൻ പോകുന്നത് എന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഒരു നിലവിൽ എന്തായാലും ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. ഇതിലെ 14 വ്യവസ്ഥകളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഈ 14 വ്യവസ്ഥകളും ഇപ്പോൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് തന്നെയാണ് അമേരിക്കയും ഇറാനും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിലെ ചില വിഷയങ്ങളിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഹോർമുസ് കടലിടുക്കിലുള്ള ഗതാഗതം തന്നെയാണ്. ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഇറാന്റെ നിയന്ത്രണത്തിലാകണം എന്നതാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആവശ്യം. ഈ കരാറിലെ വ്യവസ്ഥയിൽ തന്നെ അതൊരു പ്രശ്ന രൂപേണയാണ് എഴുതി ചേർത്തിട്ടുള്ളതെന്നാണ് പരക്കെയുള്ള വിമർശനം. പ്രത്യേകിച്ച് ഇറാനും അതുപോലെ ഒമാനും ചേർന്ന് ഹോർമുസ് കടലിടുക്കിലുള്ള സുരക്ഷ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു വ്യവസ്ഥ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ 60 ദിവസത്തേക്ക് ഇറാൻ ഹോർമുസിൽ ടോളൊന്നും ഏർപ്പെടുത്തില്ല എന്നുള്ളൊരു വ്യവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ 60 ദിവസം കഴിഞ്ഞാൽ ഈ ഹോർമുസ് പൂർണ്ണമായിട്ടും ഇറാന്റെ നിയന്ത്രണത്തിൽ വരുമോ? അതുപോലെ തന്നെ ഈ ഹോർമുസ് എന്ന് പറയുന്നത് മുൻപൊരു സ്വതന്ത്ര ഗതാഗത പാതയായിരുന്നു. അപ്പോൾ ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇറാന് മുൻതൂക്കം നൽകുന്ന ഒരു വ്യവസ്ഥ, അത് ഈ കരാറിൽ എഴുതി ചേർത്തത് അമേരിക്കയുടെ വലിയ മണ്ടത്തരമായിട്ട് US-നകത്ത് നിന്ന് തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കരാറിലുള്ള ഈ വ്യവസ്ഥകളാണ് ഇറാൻ ഇപ്പോൾ നിലവിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഇസ്മായിൽ ബഗൈ എടുത്തു പറഞ്ഞത്. ഈ കരാർ വ്യവസ്ഥയിലുള്ള ആർട്ടിക്കിൾ 11-ന്റെയും 10-ന്റെയും നടത്തിപ്പ് തങ്ങൾക്ക് സുപ്രധാനമാണ്. അപ്പോൾ അതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇറാൻ സംഘം ദോഹയിലേക്ക് എത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശരി, അജയ് സുധ ബിജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പ്രാദേശിക ഇന്ധനക്ഷാമം തടയുന്നതിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിലവിലുള്ള വിതരണ സാഹചര്യം അവലോകനം ചെയ്തതായും നിയന്ത്രണങ്ങൾ ഇനി ആവശ്യമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാവസായിക വാണിജ്യ സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ ഇന്ധന സ്റ്റേഷനുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിലാണ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത്.
വെനസ്വേലയെ പിടിച്ചുലച്ച ഇരട്ട ഭൂകമ്പത്തിൽ മരണം 1700 പിന്നിട്ടു. ആയിരങ്ങളാണ് പരിക്കേറ്റ് കഴിയുന്നത്. 10,000-കണക്കിന് ആളുകൾക്കായി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് US ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കുന്നു. ഭൂകമ്പം ഏറ്റവും നാശം വിതച്ച ലാഗ്വേറയിലും കാരക്കാസിലും രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തുന്നുണ്ട്. 58,000-ത്തിലധികം കെട്ടിടങ്ങളാണ് ഭൂകമ്പത്തിൽ നശിച്ചതെന്നാണ് നാസ പുറത്തുവിട്ട പ്രാഥമിക കണക്ക്. 30 മണിക്കൂറിലധികം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ 18 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും 3 ദിവസത്തിനു ശേഷം 9 മാസം പ്രായമുള്ള മറ്റൊരു കുഞ്ഞിനെയും അമ്മയെയും ജീവനോടെ രക്ഷപ്പെടുത്തിയിരുന്നു. ഭൂകമ്പത്തിന് ശേഷം 600-ലധികം തുടർ ഭൂചലനങ്ങളാണ് വെനസ്വേലയിൽ ഉണ്ടായിട്ടുള്ളത്. ദുരന്തബാധിതരെ സഹായിക്കാൻ US, മെക്സിക്കോ, ഫ്രാൻസ്, തുർക്കി, ഇസ്രയേൽ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും മെഡിക്കൽ സംഘങ്ങളും വെനസ്വേലയിലെത്തിയിട്ടുണ്ട്. അതേസമയം സർക്കാർ പുറത്തുവിടുന്ന മരണസംഖ്യയും കാണാതായവരുടെ കണക്കും സംബന്ധിച്ച് വലിയ അന്തരമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഭൂകമ്പം മൂലം തകർന്നടിഞ്ഞ പശ്ചാത്തല സൗകര്യങ്ങൾ വെനസ്വേലയിലെ നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതയെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ കയ്യാങ്കളിയിൽ BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. UDF വനിതാ കൌൺസിലർമാരുടെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. ചെമ്പഴന്തി ഉദയൻ, പാപ്പനംകോട് സജി, ഗിരി, രതീഷ് തുടങ്ങിയ കൌൺസിലർമാർക്കെതിരെയാണ് കേസെടുത്തത്. വനിതാ കൌൺസിലർമാരെ തടഞ്ഞുവെച്ചെന്നും മർദ്ദിച്ചെന്നുമാണ് FIR. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോഴിതാ വീണ്ടും നഗരസഭയിൽ ആക്രമണമുണ്ടായിരിക്കുന്നു, കയ്യേറ്റമുണ്ടായിരിക്കുന്നു. ഇന്നലെ വലിയ തരത്തിലുള്ള കയ്യേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ്. വനിതകളുടെ നേരെ ചൂടുവെള്ളം അടക്കം ഒഴിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ അതിൽ കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാവുക? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസത്തെ കൗൺസിൽ യോഗത്തിനിടെ BJP UDF കൗൺസിൽ അംഗങ്ങൾ തമ്മിൽ നടന്ന കയ്യേറ്റവും കയ്യാങ്കളിയും വലിയ തരത്തിൽ വിവാദമായി മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് UDFന്റെ വനിതാ കൗൺസിലർമാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അവിടെ എത്തി മ്യൂസിയം പോലീസ് മൊഴിയെടുത്തതിന് പിന്നാലെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ ഉൾപ്പെടെ പാപ്പനംകോട് സജി, ഗിരി, രതീഷ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാർക്കെതിരെ കൂടി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മ്യൂസിയം പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 126 ക്ലോസ് 2, 115 ക്ലോസ് 2, 3 ക്ലോസ് 2 തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം BJP കൗൺസിലർമാരും സമാനമായ തരത്തിൽ UDF അംഗങ്ങൾക്കെതിരെ പരാതി നൽകിയിരുന്നു. പക്ഷേ അതിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ ഒരുപക്ഷെ ഒരു കാലതാമസം ഉണ്ടായേക്കും. കാരണം ഈ ദൃശ്യങ്ങളടക്കം തെളിവായി പരിഗണിച്ചുകൊണ്ടാണ് ആദ്യ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസ്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ LDF BJP സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മേയർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സമാനമായ തരത്തിൽ തുടർച്ചയായി ഈ കൗൺസിലും അതല്ലാതെ നഗരസഭാ പരിസരത്തും ഈ മുന്നണിയിൽ എതിർകക്ഷികളിൽപ്പെട്ട കൗൺസിലർമാർ തന്നെ പരസ്പരം തമ്മിലടിക്കുന്നത് പോലീസിനും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ്. അതിനിടെയാണ് ഇന്നലെ നാടകീയമായ സംഭവങ്ങൾ വീണ്ടും കൗൺസിൽ ഹാളിലുണ്ടായത്. എന്തായാലും നിലവിലെ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നഗരസഭാ പരിസരത്ത് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൗൺസിലർമാർ അല്ലാത്ത ആരെയും പ്രതിഷേധിക്കാനായി അകത്തേക്ക് കയറ്റി വിടേണ്ടതില്ല എന്ന നിലപാടിലാണ് മേയർ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള നീക്കം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു നിർദ്ദേശമാണ് മേയർ നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പോലീസിൻ്റെ വിന്യാസം നഗരസഭാ പരിസരത്തെ കവാടത്തിൽ കൂടുതലായി ഉണ്ടാകും. സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിലേ സമരവും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് നഗരസഭാ കവാടത്തിൽ. ശരി, ഡാനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഡാൻ, തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുമ്പോൾ, നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ ഇന്ന് നിയമസഭ പ്രമേയം പാസാക്കും. ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രമേയം അവതരിപ്പിക്കും. പ്രതിപക്ഷവും പ്രമേയത്തെ പിന്തുണയ്ക്കും. വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് സഭയിൽ നടക്കും. ഡാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, എന്തൊക്കെയാണ് ലഭിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ? നീറ്റ് പരീക്ഷ വലിയ തരത്തിലൊരു ആശങ്കയ്ക്ക് വഴിമാറിയേക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ പരീക്ഷയിലെ ക്രമക്കേടുകൾ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, അത് തിരുത്തുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൽ കൃത്യമായ പരിഷ്കാരം കൊണ്ടുവരണമെന്നൊരു ആവശ്യം തന്നെയാണ്, സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം തന്നെയായിരിക്കും
നിയമസഭയിൽ പ്രമേയത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അവതരിപ്പിക്കുക. പ്രതിപക്ഷവും ഈ പ്രമേയത്തെ പിന്തുണയ്ക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് സഭയിൽ ഉണ്ടാകും. ശരി, ഡാൻകുരിനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കുകയാണ്. 1992 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ബീഹാർ സ്വദേശിയായ സിൻഹ. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് വിരമിക്കുന്ന ഒഴിവിലാണ് സിൻഹയുടെ നിയമനം. 35 വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ജയതിലകിന് സർക്കാർ യാത്രയയപ്പ് നൽകും. വൈകുന്നേരം 3-ന് ദർബാർ ഹാളിൽ നടക്കുന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കും. ആഭ്യന്തര സെക്രട്ടറിയായ ബിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറിയാകുന്നതോടെ IAS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി വേണ്ടിവരും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥിനെ നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ അതൃപ്തി തുടരുന്നു. സംഘപരിവാർ ബന്ധമുള്ള വ്യക്തിയാണ് സുപ്രധാന പദവിയിലേക്ക് പരിഗണിക്കുന്നതെന്നും ഇത് BJPക്ക് അനുകൂലമായ രീതിയിൽ വാർഡ് വിഭജനം അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആരോപിച്ചു. അതേസമയം മന്ത്രി KM ഷാജി ശേഷാദ്രിനാഥിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. VV വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഇപ്പോഴത്തെ ഈ നിയമനത്തിൽ വിവാദം പുകയുകയാണ്. പ്രധാനമായും കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതിനെ എതിർക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തൊക്കെയായിരിക്കും ഇതിലെ തുടർ നീക്കങ്ങൾ? അനുശ്രീ, നേരത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. അത് VD സതീശനും ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഒത്തുകളിയായിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനെ സഹായിച്ച തരത്തിൽ CPM-ന്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു ആരോപണം ഉയർന്നത്. പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിൽ വിവാദം വരുന്നു. കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഈ വിവാദം ഉയരുന്നത്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ പഠനകാലത്ത് SFI പ്രവർത്തകനായിരിക്കുകയും പിന്നീട് സംഘപരിവാർ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയഗതിയിലേക്ക് പോവുകയും ചെയ്ത ശേഷാദ്രിനാഥിനെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ശേഷാദ്രിനാഥിനെ അങ്ങനെ ഒരു തസ്തികയിലേക്ക് നിയമിക്കരുതെന്ന ആവശ്യം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്നു. ഇവിടെ മുസ്ലിം ലീഗ് മന്ത്രി KM ഷാജിയുടെ നിലപാടും വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് തൻ്റെ വകുപ്പ് നൽകിയ ഒരു ശുപാർശ സർക്കാർ അംഗീകരിക്കുകയാണ് ചെയ്തത്. ശേഷാദ്രിനാഥിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് നോക്കേണ്ടതില്ല എന്ന തരത്തിലാണ് ഈ നിയമനത്തെ ന്യായീകരിക്കുന്ന തരത്തിലാണ് KM ഷാജിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അതേസമയം ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ഇടപെടലുണ്ടാകും. അത് BJPക്ക് അനുകൂലമായ തരത്തിൽ കാര്യങ്ങളെ നീക്കിക്കൊണ്ടു പോകും എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം ഉയർത്തുന്നത്. അതേസമയം കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ നിയമനത്തെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. ആ തരത്തിൽ വലിയ ഒരു തർക്ക വിഷയമായി മാറുന്നുണ്ട്. പക്ഷേ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട തീരുമാനത്തിൽ മാറ്റം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അനുശ്രീ. ശരി, VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ 2027 സെൻസസിന്റെ ഭാഗമായുള്ള സ്വയം വിവരങ്ങൾ സമർപ്പിക്കലിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പൊതുജനങ്ങൾക്ക് ഔദ്യോഗിക സെൻസസ് പോർട്ടൽ വഴി ഓൺലൈനായി ഈ വിവരങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും. അതേസമയം സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം പേരും വിവരങ്ങൾ സമർപ്പിച്ചിട്ടില്ല. CV അനുമോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, ഇപ്പോഴും ഈ വിവരങ്ങൾ സമർപ്പിക്കാൻ ഇനിയും ആളുകൾ ഒരുപാട് ബാക്കിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെപ്പറ്റി ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു സാഹചര്യം കൊണ്ടാണോ ഇത്തരമൊരു ഇങ്ങനെ ആളുകൾ വിവരങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ലഭിക്കാത്തത്, അതോ ഇനി ഇതിൽ കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടാകുമോ? മുന്നോട്ടുള്ള നടപടികൾ എങ്ങനെയൊക്കെയായിരിക്കും? അനുശ്രീ, ഗുഡ് മോർണിംഗ്. സെൽഫ് എന്യൂമറേഷൻ്റെ, അതായത് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ളതിൻ്റെ സമയപരിധി ഇന്ന് രാത്രി അവസാനിക്കുകയാണ്. ഇതുവരെ ലഭ്യമായ കണക്ക് പ്രകാരം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം സെൽഫ് എന്യൂമറേഷൻ നടന്നിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്താണ് മലപ്പുറം ജില്ല ഉള്ളത്. മലപ്പുറം ജില്ലയിൽ ഇതുവരേക്കും 79,685 പേർ, ഇന്നലെ രാത്രി വരെയുള്ള കണക്കാണ്, സെൽഫ് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ 70,000 എന്നൊരു കണക്കിലേക്ക് എത്തുമ്പോഴും അത്തരത്തിൽ ഈ രേഖപ്പെടുത്തിയത് ഓരോ വ്യക്തികളുടെ എണ്ണമാണ്. അതായത് ഒരു വീട്ടിലെ ഒരാളായിരിക്കും ഈ എന്യൂമറേഷൻ നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ 4 or 5 ഗുണിതങ്ങളായിട്ട് വേണം കണക്കാക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ 80,000 പേർ മലപ്പുറം ജില്ലയിൽ എന്യൂമറേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 or 5 ലക്ഷം പേരുടെ എന്യൂമറേഷനാണ് പൂർത്തീകരിച്ചിട്ടുള്ളതെന്ന് പറയേണ്ടി വരും. മലപ്പുറം ജില്ലയിൽ ഏകദേശം 40 ലക്ഷത്തിലധികം പേർ കഴിഞ്ഞ കണക്ക് പ്രകാരം
ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ 50 ലക്ഷത്തിലേറെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഏകദേശം ഒരു കണക്ക്. അപ്പോൾ ഒരു 10% പേർ മാത്രമാണ് ഈ സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളത് എന്ന തരത്തിലേക്കാണ് മലപ്പുറം ജില്ലയിലെ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത്. അതായത് വളരെ കുറച്ചു പേർ മാത്രമാണ് സെൽഫ് എന്യൂമറേഷനുമായിട്ട് സഹകരിച്ചിട്ടുള്ളത് എന്ന് വേണം ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ സമാനമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നിലവിലുള്ള ജനസംഖ്യയുടെ 10% മാത്രമാണ് പലയിടത്തും ഈ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുൻപിലുള്ളത്. 2ാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയുണ്ട്, 3ാം സ്ഥാനത്താണ് തിരുവനന്തപുരം, 4ാം സ്ഥാനത്താണ് തൃശ്ശൂർ എന്നിങ്ങനെയാണ് ഇത് എന്യൂമറേഷൻ്റെ കണക്കുകൾ ലഭ്യമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തീർച്ചയായിട്ടും ആളുകൾക്ക് പൂർണ്ണമായിട്ടും ഇതേക്കുറിച്ച് ചില ആശങ്കകൾ എങ്ങനെ ചെയ്യണം, അതിൽ സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പൂർത്തീകരിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ കൃത്യമായിട്ടൊരു സഹായമുണ്ടെങ്കിൽ മാത്രമാണ് ഇത് വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുക. അതിൻ്റെ ഒരു തടസ്സം പലയിടത്തും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനാവുന്ന. പലയിടത്തും ക്യാമ്പുകൾ നടത്തുകയും വിദ്യാർത്ഥികളെയൊക്കെ ഇതിനെ നിയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. എന്താണെങ്കിലും പക്ഷേ അത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമല്ല. കാരണം നാളെ മുതൽ നേരിട്ട് വീടുകളിലെത്തി സെൻസസ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരിക്കും. അവരുടെ ജോലി കുറെ കൂടി ലഘൂകരിക്കാനാണ് സെൽഫ് എന്യൂമറേഷൻ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നത്. ഇനിയിപ്പോൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്തവർക്ക് ഉദ്യോഗസ്ഥർ വരുമ്പോൾ, സെൻസസിൻ്റെ കാര്യങ്ങൾക്കായി ഉദ്യോഗസ്ഥർ വരുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ നമ്പർ, ആ കോഡ് അവർക്ക് കൈമാറിയാൽ മാത്രം മതി. അതിൽ തിരുത്ത് വരുത്തണമെങ്കിൽ തിരുത്തൽ വരുത്താനും സാധിക്കും. എന്നാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് രാത്രി 12 മണി വരെയാണ് ഈ ഒരു സമയപരിധി എന്നിരിക്കെ പരമാവധി പേരെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യിക്കാനുള്ള നീക്കത്തിലാണ് ഉദ്യോഗസ്ഥരും. അതിനുള്ള ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. പലപ്പോഴും അവസാന ഘട്ടത്തിൽ സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം പലർക്കും ഇത് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടും പലരും പങ്കുവെക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഇന്ന് രാത്രിയോടെ സെൽഫ് എന്യൂമറേഷൻ അവസാനിക്കും. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ജനസംഖ്യ കണക്കെടുപ്പിനുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട നടപടികൾ. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ മലപ്പുറം ജില്ല വിഭജനത്തിൻ്റെ പുനഃക്രമീകരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ശക്തമായി ഉയർന്നു നിൽക്കുകയാണ്. ഈ ജനസംഖ്യ കൃത്യമായിട്ടുള്ള കണക്കെടുപ്പിൻ്റെ സമയം വരുന്നത് 50 ലക്ഷത്തിലേറെ പേർ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ല. അതിൽ കണക്ക് കൃത്യമായി എത്തുമ്പോൾ അത് ജില്ലാ പുനഃക്രമീകരണത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ വഴി തുറക്കുന്ന ഒന്നുകൂടിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണെങ്കിലും ഇന്ന് രാത്രിയോടെ നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ ജില്ലയിലെ എത്ര ശതമാനം പേർ ഇതുമായിട്ട് സഹകരിച്ചു എന്നുള്ളൊരു കൃത്യമായ കണക്ക് ലഭ്യമാകും. നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളമാണ് ഏറ്റവും മുൻപിലുള്ള ഒരു ജില്ല. 2ാമത്തെ സ്ഥാനത്താണ് ഇപ്പോൾ മലപ്പുറം ഉള്ളത്. പക്ഷേ ജനസംഖ്യാ കണക്കുമായി പരിശോധിക്കുമ്പോൾ മലപ്പുറത്തിൻ്റെ ജനസംഖ്യയുടെ ഒരു 10% പേർ മാത്രമാണ് ഇപ്പോഴും ഇതുമായി സഹകരിച്ചിട്ടുള്ളത്. ശരി, സി വി അനൂദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരണസ് കർത്തെ ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. SFIO റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിലാണ് കമ്പനി അധികൃതരെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ 3ാം വട്ടം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് സൂചന. CMRL അധികൃതർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടെന്ന് ഇഡി വൃത്തങ്ങൾ പറയുന്നു. കമ്പനി ഡയറക്ടർമാരായ ജയ കർത്ത, ഷിബി എസ് കർത്ത എന്നിവരെ പ്രതിസ്ഥാനത്ത് നിന്നും മാറ്റിയേക്കുമെന്ന സൂചനകളുമുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇപ്പോഴിതാ ഈ ശരണസ് കർത്തയെ ചോദ്യം ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഇനി വീണയെ ചോദ്യം ചെയ്യുന്നുണ്ടാവുക? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ഈ കേസിൽ ഇപ്പോൾ CMRL എക്സാലോജിക് മാസപ്പടി കേസ് അല്ലെങ്കിൽ കള്ളപ്പണ കേസ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് SFIO റിപ്പോർട്ട് ലഭിച്ച സാഹചര്യമാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ളത്. നേരത്തെ ആദ്യവട്ടം ചോദ്യം ചെയ്യലിലേക്ക് വരുമ്പോൾ SFIO റിപ്പോർട്ടിൻ്റെ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 140ഓളം വരുന്ന പേജുകളുള്ള റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം അന്ന് ഉണ്ടായിരുന്നില്ല. ആ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഏറ്റവും അടുത്ത ചോദ്യം ചെയ്തത് വീണ ടിയെ ആയിരുന്നു ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചത്. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഈ CMRL ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്നു. ഇപ്പോൾ ശരണസ് കർത്ത ജോയിൻറ്റ് MD ആണ്. ശരണസ് കർത്തയെ വിളിച്ചു വരുത്തുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ബോർഡിലുള്ള പലരെയും തന്നെ ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലായും ഈ SFIO റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടും ഇവർ നേരത്തെ നൽകിയ മൊഴികളും തമ്മിലുള്ള കാര്യങ്ങളാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ ടി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. അപ്പോൾ ഈ മൊഴികൾ, ഇവരുടെ എല്ലാ മൊഴികൾ ശേഖരിച്ച് അതിലെ വസ്തുതകളും വിശകലനങ്ങളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വീണ ടിയെ 3ാം വട്ടം
വേണം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. പക്ഷേ അത് ഒരുപാട് വൈകാൻ ഇടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ചോദ്യം ചെയ്യലുണ്ടാകും എന്ന് തന്നെയാണ് നിലവിലെ ആ സൂചന വരുന്നത്. ഏതായാലും ഈ കേസിലെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നത് നിസ്സംശയം പറയാം. കാരണം ഇതിൽ ഏറ്റവും ആധികാരികമാകുന്നത് SFIO റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്, അതിലെ വിശദാംശങ്ങൾ തന്നെയാണ്. നിലവിൽ ചില പൊരുത്തക്കേടുകൾ വീണയുടെ മൊഴികളിലുണ്ട് എന്ന് അടക്കമുള്ള സൂചനകളുണ്ട്. പ്രത്യേകിച്ച് ഈ പണം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന വിശദാംശങ്ങളടക്കം, അതിൻ്റെ ഒരു വിശദീകരണമടക്കം ഇഡിക്ക് അത്ര ഒരു വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് നീങ്ങിയിട്ടില്ല എന്നൊരു വിലയിരുത്തൽ ഇഡിക്കുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലാണ് മറ്റുള്ളവരിൽ നിന്ന്, കമ്പനിയുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ മറ്റ് അധികൃതരിൽ നിന്ന് വിശദീകരണം തേടുന്നത്. ഏതായാലും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടരുകയാണ്. ഇതിൽ വൈകാതെ വിനാറ്റിയെയും മൂന്നാം തവണയും വിളിപ്പിച്ചേക്കുമെന്ന സൂചനകളാണ് നിലവിലുള്ളത്. ശരി ഡാനി, തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഭരണകാലത്തെ സ്വർണ്ണക്കടത്തിൽ പുതിയ കേസ് എടുക്കണോ എന്നതിൽ SIT തീരുമാനം ഇന്നുണ്ടായേക്കും. നിലവിൽ 2019 സ്വർണ്ണക്കടത്തിലെ കേസിനൊപ്പം അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചാൽ മതിയെന്നാണ് അഭിപ്രായം. പുതിയ കേസെടുത്താൽ കുറ്റപത്രം വൈകുമെന്നാണ് വിലയിരുത്തൽ. ഡാനി ഇപ്പോൾ തന്നെ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ മറ്റൊരു കേസ് എടുക്കാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? അതോടൊപ്പം തന്നെ വളരെ വിശദമായി തന്നെ അതിജാഗ്രതയോടെ നടത്തിയ ഒരു അന്വേഷണമാണ്. അതിനോടൊപ്പം തന്നെ ഈ കേസിന്റെ കൂടി റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ കേസിൽ നിലവിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ കീഴിലാണ് ഇതിൻ്റെ ഒരു മേൽനോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഈ SIT റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും അതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം, അന്വേഷണം വേഗം തീർക്കുക എന്നതാണ്. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകുക പൂർണ്ണതയിലേക്ക്. കാരണം കുറേ നാളുകളായി ഈ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങൾ പിന്നിടുകയാണ്, പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെടുന്നു. ഇതിനൊരു അന്തിമ റിപ്പോർട്ടിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം പെട്ടെന്ന് തീർക്കുക എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. അപ്പോൾ നിലവിൽ 2019 കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം തന്നെ വേണമോ എന്ന കാര്യത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങളിൽ ആലോചന നടക്കുന്നത്. അതൊരു സാങ്കേതികത്വമാണ്. അപ്പോൾ പുതിയ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും കാലതാമസം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അത് കൂടിയാലോചനകൾ നടത്തേണ്ടി വരികയും ചെയ്യും. കാരണം ഇനി ഒരിക്കലും ഹൈക്കോടതി അതിനൊരു ഇളവ് അനുവദിക്കുകയോ ഇനിയിപ്പോൾ സമയം നീട്ടിക്കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. കാരണം കർശനമായൊരു നിലപാട് ഇക്കാര്യത്തിൽ ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നത് നിയമവിദഗ്ധരുമായിട്ട് തന്നെയും അന്വേഷണ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വൈകാതെ അത്തരം കാര്യങ്ങളിലൊരു തീരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെയാണ് സംശയനിഴലുള്ള 9 പേരുണ്ട്. അത് ഈ ബോർഡ് ജീവനക്കാരുമായിട്ടും ബോർഡ് ഉദ്യോഗസ്ഥരുമായിട്ടും എല്ലാം തന്നെ ബന്ധപ്പെട്ടവരാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക, ഇവരുടെ എന്തൊക്കെയായിരുന്നു ഒരു ഉത്തരവാദിത്തങ്ങൾ, അതിലെന്തെല്ലാം ഇവർ വീഴ്ച വരുത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായി തന്നെ അന്വേഷണം നടത്തുക. തെളിവുകൾ സമാഹരിക്കാനായാൽ ഉടൻ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നതാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ ഇതെല്ലാം തന്നെയും ഒരു പുതിയ കേസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ സമയം കൃത്യമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലടക്കമുള്ള പരിശോധനകളാണ് നടത്തുന്നത്. ഏതായാലും വൈകാതെ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഹൈക്കോടതി കർശന നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. പഴയ 2019 കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികളുമായി പോകണം, പുതിയ കേസെടുത്ത് മുന്നോട്ട് പോകണമോ എന്ന കാര്യത്തിൽ മാത്രമാണ്. വൈകാതെ അത്തരം കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ശരി, ഡാനിപ്പോളാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതിയായ സാഹചര്യം CPM ചർച്ച ചെയ്യും. CPM നേതൃത്വം നൽകിയ ബോർഡ് ഒന്നാകെ പ്രതിക്കൂട്ടിലാകുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പദ്ധതി ഇപ്പോൾ നടപ്പാക്കില്ലെന്ന സർക്കാർ നിലപാടും ചർച്ചയിൽ വരും. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണ പ്രതിസന്ധിയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ 8 പേർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകില്ലെന്ന് ഫൈസാബാദിലെ അഭിഭാഷകരുടെ കൂട്ടായ്മ. ഇവർ ഏകകണ്ഠമായാണ് ഈ തീരുമാനമെടുത്തത്. ശ്രീരാമ ജന്മഭൂമി
തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളായ ചമ്പത് റായി, അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവർക്ക് അയോധ്യ വിട്ടു പോകണമെന്നും ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ പോയില്ലെങ്കിൽ നഗരം മുഴുവൻ ഉപരോധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഭക്തരുടെ സംഭാവനകൾ തട്ടിയെടുത്തുവെന്നാരോപിച്ച് പ്രതിഷേധമുയർത്തുന്നതിനിടയിലാണ് അസോസിയേഷന്റെ ജനറൽ ബോഡി പ്രമേയം പാസാക്കിയത്. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഇപ്പോൾ ഈ പ്രതികൾക്കായി അല്ലെങ്കിൽ അറസ്റ്റിലായവർക്കായി അഭിഭാഷകർ ഹാജരാകില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഇവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? അനുശ്രീ, വളരെ ശക്തമായ ഒരു നടപടിയിലേക്കാണ് ഫൈസാബാദ് ബാർ അസോസിയേഷൻ പോയിട്ടുള്ളത്. ഈ 8 പ്രതികൾക്ക് വേണ്ടിയും കോടതിയിൽ കേസ് വാദിക്കേണ്ടതില്ല എന്ന പ്രമേയം ഐകകണ്ഠേന പാസ്സാക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രമേയം പാസ്സാക്കിയത്. അഭിഭാഷകർ ഇപ്പോഴും ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. കാരണം സുപ്രീം കോടതിയുടെയൊക്കെ തന്നെ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇങ്ങനെ നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന തരത്തിൽ, അതായത് ഏത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളായിരുന്നാലും ഒരുപക്ഷെ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള അവസരമുണ്ടാകണം. അതുകൊണ്ട് ഏകപക്ഷീയമായി അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകരുത് എന്ന സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമുണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ജനങ്ങളുടെ വലിയ പിന്തുണ അല്ലെങ്കിൽ അയോധ്യയുമായി ബന്ധപ്പെട്ട് വിശ്വാസമർപ്പിക്കുന്ന ആളുകളുടെ അങ്ങനെ ഒരു ജനസമൂഹത്തിൻ്റെ വലിയ പിന്തുണ ഈ തീരുമാനത്തിനുണ്ട് എന്നത് പ്രത്യേകമായി എടുത്തു കാണണം. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയ ആളുകൾക്കെതിരെ ഒരു നടപടി, ഒരു നീക്കം എന്നതിനെ ആളുകൾ ശ്ലാഘിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇതിൽ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളായ ചമ്പത് റായ്, അദ്ദേഹത്തിന് നമുക്കറിയാം ഹൈന്ദവ സംഘടനാ നേതാവാണ്, പ്രധാനപ്പെട്ട നേതാവാണ്. അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകൾ ആണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 66 കിലോ വെള്ളിക്കെട്ടുകളടക്കം പണം ഉൾപ്പെടെ അവിടെ നിന്ന് തട്ടിയെടുക്കപ്പെട്ടു എന്ന വിവരമാണ്. മാത്രമല്ല, ഇതിലൊരു പ്രതിയുടെ ഡ്രൈവറിന് കോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടിയതാണ് എന്ന തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം തന്നെ അതിശയിപ്പിക്കുന്ന കാര്യമായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനവുമായി ബാർ അസോസിയേഷൻ പോകുന്നു. മാത്രമല്ല, ഇവർ അയോധ്യ വിട്ടുപോകണം എന്ന ഒരു ആവശ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും എന്ന നിലയ്ക്കുള്ള ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുന്നിലെത്തിയ മറ്റൊരു ഹർജിയുണ്ട്. ഇത് CBI അന്വേഷണത്തിന് വിടണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി. പക്ഷേ അത് അടിയന്തര സാഹചര്യത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഈ കേസ് CBIക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരിഗണന അർഹിക്കുന്നില്ല എന്ന പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചതാകട്ടെ, ഇപ്പോൾ ലോക്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവിടെ FIR രജിസ്റ്റർ ചെയ്തില്ല. ആ തരത്തിലുള്ളൊരു അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് പ്രതികളെ രക്ഷിക്കാൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാകുന്നുവെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചു. ഏതായിരുന്നാലും ഇതിൽ വൈകാതെ തന്നെ ഹർജിയിൽ തീർപ്പുണ്ടാകും. ഒരുപക്ഷെ CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വരികയും ചെയ്യും. അനുശ്രീ, ശരി. വി വിനോദാണ് വിവരങ്ങൾ. സർവീസ് നിർത്തിവെച്ച് സമരത്തിന് തയ്യാറെടുക്കുന്ന സ്വകാര്യ ബസ്സുടമകളെ അനുനയിപ്പിക്കാൻ സർക്കാർ. ബസ്സുടമകളുമായി ഇന്ന് ഗതാഗത മന്ത്രി ചർച്ച നടത്തും. KSRTC സൗജന്യ യാത്ര പദ്ധതിയായ പ്രിയദർശിനി നിലവിൽ വന്നതോടെയാണ് ബസ് സർവീസുകൾ നഷ്ടത്തിലായതെന്ന് ഉടമകൾ പറയുന്നു. സമരത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബസ്സുടമകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജൂലൈ 20 മുതൽ ജൂലൈ 25 വരെ റിലേ ധർണ നടത്തും. ജൂൺ 15 ശേഷം പ്രിയദർശിനി ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകളിലെ സ്വകാര്യ ബസ്സുകൾക്ക് ഡീസൽ അടിക്കാനുള്ള വരുമാനം പോലും ലഭിക്കുന്നില്ലെന്നാണ് ബസ്സുടമകളുടെ പരാതി. സംഘടനയുടെ സമരാഹ്വാനം ഇല്ലാതെ തന്നെ ജൂലൈ 1 മുതൽ 500-ലധികം സ്വകാര്യ ബസ്സുകൾ GFAM നൽകി സ്വയം സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ്സുടമകളുടെ സംഘടന അറിയിച്ചു. ന്യൂസ് 18 കേരളം കഴിഞ്ഞ വർഷം തുടക്കമിട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിൻ AD 2026 രണ്ടാം എഡിഷൻ AD 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാവുകയാണ്. ജീവിതമാകണം ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ക്യാമ്പയിൻ പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ മുഖ്യാതിഥിയായിരിക്കും. മേയർ VV രാജേഷ്, M. വിജിൻ MLA, ദക്ഷിണ മേഖല IG G. സ്പർജൻ കുമാർ, പട്ടം സെന്റ് മേരീസ് HSS പ്രിൻസിപ്പൽ ഫാദർ P. നെൽസൺ എന്നിവർ പങ്കെടുക്കും. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ AD 2025 എന്ന പേരിൽ ന്യൂസ് 18 ലഹരി വിരുദ്ധ ക്യാമ്പയിൻ
ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ഇക്കുറി സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് പരിപൂർണ പിന്തുണയുമായാണ് വിവിധയിടങ്ങളിൽ AD 2026 നടത്തുക. ഇന്ന് നടക്കുന്ന ഉദ്ഘാടന പരിപാടികളിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങ് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനലിൽ തത്സമയം കാണാം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. മഹാരാഷ്ട്ര തീരത്തോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി നിലകൊള്ളുന്നതും വടക്കൻ തെലങ്കാനയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായുള്ള ചക്രവാത ചുഴി തുടരുന്നതുമാണ് കേരളത്തിലെ മഴ മുന്നറിയിപ്പിന് കാരണം. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. കാസർഗോഡ് ഉപ്പളയിൽ കഴുത്തിൽ കത്തിവെച്ച് വീട്ടമ്മയുടെ ഇരു കൈയിലും കാതിലും കഴുത്തിലുമുണ്ടായിരുന്ന ആഭരണങ്ങൾ കവർച്ച ചെയ്തു. ഉപ്പള റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ അണ്ടർപാസിന് മുൻവശത്താണ് സംഭവമുണ്ടായത്. ഉപ്പള ശാരദാനഗറിലെ പരേതനായ പത്മനാഭന്റെ ഭാര്യ ഗംഗയാണ് കവർച്ചയ്ക്കിരയായത്. ഉപ്പളയിൽ നിന്നും ശാരദാനഗറിലേക്ക് നടന്നു വരികയായിരുന്നു വീട്ടമ്മ. കഴുത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള ഉണ്ടായിരുന്ന മാലയും 2 കൈകളിലും അണിഞ്ഞിരുന്ന സ്വർണ്ണ നിറത്തിലുള്ള വളകളും 2 കാതുകളിൽ അണിഞ്ഞ അരപ്പവന്റെ സ്വർണ്ണ കമ്മലുകളുമാണ് കവർന്നത്. എന്നാൽ കള്ളന്മാർ ഊരിക്കൊണ്ടുപോയതിൽ ഭൂരിഭാഗവും സ്വർണം പൂശിയ ആഭരണങ്ങളായിരുന്നു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് സ്കൂൾ ബസ് ഇടിച്ച് വയോധികന് ഗുരുതര പരിക്ക്. വഴിയരികിലൂടെ നടന്നു പോവുകയായിരുന്ന വയോധികൻ ബസ് തട്ടി വീഴുകയായിരുന്നു. അത്തിക്കോട് സ്വദേശി ഷെയ്ഖ് അബ്ദുൾ ഖാദറിനാണ് പരിക്കേറ്റത്. കാലിനും തലയ്ക്കുമാണ് പരിക്കുള്ളത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തിരുവനന്തപുരം മന്നം മെമ്മോറിയൽ നാഷണൽ ക്ലബിന് പുതിയ ഭാരവാഹികൾ. ടെക്നോ പാർക്കിന്റെ ആദ്യ ചീഫ് ഫിനാൻസ് ഓഫീസറും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ MDയുമായിരുന്ന ഡോക്ടർ KC ചന്ദ്രശേഖരൻ നായരെ പ്രസിഡന്റായും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് മുൻ ഓഡിറ്റ് ഓഫീസറായ അനിൽകുമാറിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. വി രാജേന്ദ്രൻ നായരാണ് വൈസ് പ്രസിഡന്റ്. സരിത് എൻ നായർ ജോയിന്റ് സെക്രട്ടറിയും RK പ്രസാദ് ട്രഷററുമായി. ബുധനാഴ്ച രാവിലെ പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കും. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. ഞങ്ങളുടെ സഹപ്രവർത്തകനായ പ്രശാന്ത് മംഗലശ്ശേരിയുടെ പിറന്നാളാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെയാണ്. പ്രശാന്തിന് ഞങ്ങൾ ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. കണിയാപുരത്തുള്ള ലീനയുടെ പിറന്നാളാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് മക്കളായ നിത്യ, മനോജ്, ആദിത്യ, മറ്റ് സുഹൃത്തുക്കളൊക്കെയാണ്. ലീനയ്ക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ശ്രീകാര്യം സ്വദേശികളായ അമൽ, അനിത ദമ്പതികളുടെ മകൻ അല്ലുവിന്റെ 2ാം പിറന്നാളാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അമീൻ, അഖിൽ, അമിത ഒപ്പം മറ്റ് സുഹൃത്തുക്കളൊക്കെയാണ്. അല്ലുമോന് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഇനി രാവിലെയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് വാർത്തകളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.